ഇല്ല. ഇനിയൊരു പക്ഷേ അർജന്റീനയുടെ നീലയും വെള്ളയും കലർന്ന കുപ്പായത്തിൽ വജ്രക്കണ്ണുള്ള മാന്ത്രികനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കില്ല. കാൽപന്താരാധകരുടെ കളിക്കമ്പം വടക്കേ അമേരിക്കയിലേക്ക് തിരിയുമ്പോൾ സ്ക്രീനിൽ കളി കാണാൻ ലാജോയ ഉണ്ടാകുമെന്നത് എത്ര അധഭാഗ്യകരമാണ്. മെസ്സിയുടെ നീളിൽ മാത്രം ഒതുങ്ങിപ്പോയ അല്ലെങ്കിൽ ആസ്വദിക്കാൻ മറന്നുപോയ ഒരു പ്രതിഭയാണ് അയാളെന്നോർക്കുക. കാര്യങ്ങളുടെ കിടപ്പുവശം ഏതവസ്ഥയിലാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അർജന്റീനക്കായി ഇനി ആരെല്ലാം നിറഞ്ഞാടിയാലും ഡിബാല എന്ന മൂന്നക്ഷരം ആരാധകർക്ക് മറക്കാൻ സാധിക്കില്ല. ചാണക്യൻ ലയണൽ സ്കലോണി അർജന്റീനയുടെ അവസാന സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർ രണ്ടായാണ് അഭിപ്രായം പറഞ്ഞത്. ഒരു പറ്റം ആരാധകരുടെ കമന്റ്സ് ഇങ്ങനെയായിരുന്നു: സാക്ഷാൽ ലയണൽ സ്കലോണിയോട് എന്തെങ്കിലും കാര്യത്തിൽ വിയോജിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് 2026 ലോകകപ്പിൽ നിന്ന് ഡിബാലയെ പുറത്താക്കിയതിൽ മാത്രമാണ്. മറ്റു ചിലർ ഡിബാലയെ റിജക്റ്റ് ചെയ്ത് ഗുഡ് ഡിസിഷൻ ആണെന്നും പറഞ്ഞ് രംഗത്തെത്തി. അവർ അതിന് കാരണം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഒരുപക്ഷെ സ്കലോണി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയെന്ന് കരുതുക, എന്നിട്ട് എന്താണ് കാര്യമുള്ളത്? ടൂർണമെന്റിലുടനീളം ബെഞ്ചിൽ ഇരുത്താനാണോ? ഞങ്ങളുടെ ലാജോയ സ്ക്വാഡിലുണ്ടെങ്കിൽ അയാൾ കളിക്കളത്തിൽ വേണം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഡിബാലയെ വെറുക്കുക എന്നത് അർജന്റീനിയൻ ആരാധകർക്ക് അസാധ്യമായ ഒന്നു തന്നെയാണ്. അയാളുടെ അഭാവം എല്ലാ അർത്ഥത്തിലും അർജന്റീന ആരാധകരുടെ ഹൃദയം പിളർത്തുന്നു എന്നത് നേര് തന്നെയാണ്. സ്കലോണിയുടെ കണ്ണ് ഡിബാലയുടെ പേരിലേക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കാരണങ്ങൾ രണ്ടാണ്. ഒന്ന് സ്കലോണിയുടെ ചട്ടങ്ങളും മറ്റൊന്ന് യുവതാരങ്ങളുടെ ചാകരയുമാണ്. 32 ഡിബാലയ്ക്ക് പ്രായം. അയാൾക്കേറ്റ പരിക്കുകൾ പൂർണ്ണ കായികക്ഷമതയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് ചാണക്യന്റെ കണക്കുകൂട്ടൽ. കൂടാതെ ഗർനാച്ചോ, നിക്കോപാസ്, വാലന്റിൻ കാർബോണി, മാറ്റിയാസൂളെ എന്നീ പ്രതിഭകളുടെ ദേശീയ ടീമിലേക്കുള്ള വരവുമാണ് അയാൾക്ക് മുന്നിലെ തടസ്സവും. അർജന്റീന ദേശീയ ടീമിനായി ഡിബാല നൽകിയ സംഭാവനകൾ എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടുന്നവയാണ്. രാജ്യത്തിനായി 40 അന്താരാഷ്ട്ര മത്സരം കളിച്ച അദ്ദേഹം പ്രധാന ടൂർണമെന്റുകളിൽ ഭാഗമായിട്ടുണ്ട്. കരിയറിലുടനീളം അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിലും കിട്ടിയ മിനിറ്റുകളിൽ തന്റെ പരമാവധി നൽകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ടീമിന്റെ വിജയങ്ങളിൽ നിശബ്ദനായ ഒരു പോരാളിയായിരുന്നു പൗളോ ഡിബാല. 2022 ഖത്തർ ലോകകപ്പ് ഫൈനലിൽ ഡിബാല ചെയ്ത സേവനം അർജന്റീനയുടെ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. ഫ്രാൻസിനെതിരെയുള്ള ആവേശകരമായ ഫൈനൽ മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിലാണ് സ്കലോണി ഡിബാലയെ കളത്തിലേക്ക് ഇറക്കിയത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സമ്മർദ്ദഘട്ടത്തിൽ അർജന്റീനയുടെ രണ്ടാമത്തെ കിക്ക് ഡിബാല കൃത്യമായി വലയിലെത്തിച്ചു. ആ ഗോൾ അർജന്റീനക്ക് ലോക കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചത്. അതുപോലെ തന്നെ 2022 ഫൈനലിസ്മ മത്സരത്തിലും ഡിബാല തന്റെ മുദ്ര പതിപ്പിച്ചു. ഇറ്റലിക്കെതിരായുള്ള ആ മത്സരത്തിൽ പകരക്കാരനായി വന്ന് കളിയുടെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം ഗോൾ നേടിയിരുന്നു. അർജന്റീന 3-0 വിജയിച്ച ആ മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഡിബാലയുടെ ഗോൾ വന്നത്. വലിയ വേദികളിൽ തനിക്ക് തിളങ്ങാൻ കഴിയുമെന്ന് തെളിയിച്ച നിമിഷങ്ങളായിരുന്നു അവയെല്ലാം. ഫുട്ബോൾ മൈതാനത്ത് അസാധ്യമായ കഴിവുകളുള്ള ഒരു പ്രതിഭയാണ് പൗളോ ഡിബാല. പന്തിന്മേലുള്ള അദ്ദേഹത്തിന്റെ നിയന്ത്രണവും എതിരാളികളെ വെട്ടിയൊഴിയാനുള്ള വേഗതയും ആരാധകർക്ക് മറക്കാനാവാത്തതാണ്. മൈതാനത്തെ കളി കൃത്യമായി വായിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഏതൊരു പ്രതിരോധ നിരയെയും തകർക്കാൻ പോന്നതാണ്. ഈ ലോകകപ്പിൽ ഡിബാലയുടെ അഭാവം അർജന്റീന ടീമിൽ പ്രതിഫലിക്കാൻ ഇടയുണ്ടോ എന്നറിയില്ല. കളി മുറുകുമ്പോൾ മധ്യനിരയിൽ നിന്ന് ആക്രമണത്തിലേക്ക് കളി മാറ്റാൻ ഡിബാലയെപ്പോലൊരു അനുഭവസമ്പന്നനായ പ്ലേമേക്കർ ആവശ്യമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ ഗോൾ കണ്ടെത്താൻ അദ്ദേഹത്തിന്റെ ചടുലത ടീമിന് നഷ്ടമാകും. അനുഭവ സമ്പത്ത് കുറഞ്ഞ യുവതാരങ്ങൾക്ക് സമ്മർദ്ദം അതിജീവിക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സഹായിക്കുമായിരുന്നു. സ്കലോണിയുടെ ഈ തീരുമാനം അർജന്റീനിയൻ ആരാധകരെ വലിയ രീതിയിൽ നിരാശരാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഡിബാലയ്ക്ക് അനുകൂലമായി വലിയ പിന്തുണയാണ് ആരാധകർ നൽകുന്നത്. സൗദി അറേബ്യയിൽ നിന്നുള്ള കോടികളുടെ ഓഫർ നിരസിച്ച് യൂറോപ്പിൽ തുടർന്നത് ദേശീയ ടീമിലേക്കുള്ള വരവിനായിരുന്നു എന്ന് ഡിബാല മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കിയത് അർജന്റീനിയൻ ആരാധകർക്ക് എന്നല്ല, ഫുട്ബോൾ ലോകത്തിന് ഹൃദയഭേദകരമാണ്. അദ്ദേഹത്തിന്റെ കളിശൈലി മെസ്സിയോട് സമമായതുകൊണ്ട് പലപ്പോഴും ലയണൽ മെസ്സിക്ക് ഒരു ബാക്കപ്പ് കളിക്കാരനായി മാത്രമേ ഡിബാലയെ പരിഗണിക്കാൻ കോച്ചുമാർക്ക് സാധിച്ചുള്ളൂ. റോമയിലെ പ്രകടനത്തിലേക്ക് വരാം. അവിടെ അയാൾക്ക് ഒരു മങ്ങലുമില്ല. പരിക്കിന് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തി റോമൻ പടയുടെ ചാലക ശക്തിയായി തന്നെയാണ് നിലകൊള്ളുന്നത്. ക്ലബിന്റെ തന്ത്രങ്ങൾ മെനയുന്നതിൽ അദ്ദേഹം ഇപ്പോഴും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും അർജന്റീനയുടെ തന്ത്രപരമായ മുന്നേറ്റങ്ങൾക്ക് പുതിയൊരു മുഖം നൽകാനാണ് സ്കലോണി ശ്രമിക്കുന്നത്. ടീമിന്റെ ഭാവിയിലേക്കുള്ള യുവനിരയെ വാർത്തെടുക്കുകയാണ് അയാളുടെ ലക്ഷ്യം. ഒരു ഇതിഹാസ തുല്യമായ കരിയർ ഉണ്ടായിട്ടും
നിർഭാഗ്യവും സാഹചര്യങ്ങളും കൊണ്ട് മാത്രം അർജന്റീന തലത്തിൽ പൂർണ്ണമായി തിളങ്ങാൻ കഴിയാതെ പോയ കളിക്കാരനായി ഡിബാല ചരിത്രത്തിൽ ശേഷിക്കും. പൗളോ ഡിബാല എന്ന മനോഹരമായ ഫുട്ബോൾ വസന്തം ലോകകപ്പ് വേദികളിൽ ഇനി ഉണ്ടാകില്ല എന്നത് സങ്കടകരമാണ്. എങ്കിലും നീലയും വെള്ളയും ജേഴ്സിയിൽ അദ്ദേഹം നൽകിയ ആ അനർഘ നിമിഷങ്ങൾ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. റോമയിലെ കരിയറും ഏകദേശം അവസാനിച്ച മട്ടാണ്. ഇനി എന്താണ് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്ന് വ്യക്തമായി അറിയില്ല. എല്ലാം നല്ലതുപോലെ അവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാലമെന്നീ അയാളെ വേട്ടയാടരുത്. വിധിയുടെ വിളയാട്ടം കൊണ്ട് അയാളെ തളർത്തരുത്. കാൽപന്ത് ലോകത്ത് ഇനിയും അയാൾ എവിടെയെങ്കിലും നിറഞ്ഞാടണം. അതിൽ പരം ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല.